ഇത് എന്ത് റോഡ്? തോടാണോ റോഡാണിത്? വരമ്പത്തു കൂടി നടക്കണ പോലെയായി. അമ്മാവാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ പണി? ഈ പുതിയ റോഡ് ഏതാണ്? പുതിയ റോഡെന്ന് പറഞ്ഞ് ഇതാണ് പുതിയ റോഡ്. കളിയാക്കല്ലേ അമ്മാവ, ഇത് കുണ്ടും കുഴിയല്ലേ? മോനെ, ഇതാണ് പുതിയ റോഡ്. ഈ റോഡ് പണിയാന്നും പറഞ്ഞ് അവർ ഞങ്ങളുടെ ഇന്ന് ഓട്ടൊക്കെ മേടിച്ച് അന്ന് ഞങ്ങൾ നാട്ടുകാരിട്ട പേരാണ് പുതിയ റോഡ്. 10 കൊല്ലം കഴിഞ്ഞ് ഇതുവരെ പണിതിട്ടില്ല. ഒരു വള്ളക്കാരനുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച വരെയും വള്ളത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നത്. അതവിടെ വെള്ളം അടിച്ചു കിടപ്പുണ്ട്. അവന് വെള്ളം അല്ലെങ്കിൽ വെള്ളം, വെള്ളം അല്ലെങ്കിൽ വെള്ളം. അപ്പൊ ഇതിപ്പോ ഇനി പണിയൂലേ? ഇത് പണിയാന്നും പറഞ്ഞിട്ട് ഇതുവരെ പണിതിട്ടില്ല. പണിതത് മുഴുവൻ ഞങ്ങൾക്കെട്ടാ. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അറിയണത്. എനിക്കാണെങ്കിൽ ടൗൺ വരെ ഒന്ന് പോവുകയും വേണം. അയ്യോ, അങ്ങോട്ട് പോകാൻ അവിടെ ഇപ്പൊ ഒരാൾ ഒഴിവിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. എന്നാ പിന്നെ അടുത്ത കൊല്ലം പോവാം. അതായിരിക്കും നല്ലത്. സൂക്ഷിച്ചു പോണേ. പ്രസാദേ, ഇവിടെ തന്റെ വീട് പണി പകുതിക്ക് നിന്നപ്പോ കുറച്ചുകൂടി പൈസ കിട്ടിയ വീട് പണി തീർക്കാമെന്ന് താൻ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ? അന്ന് താൻ കാണിച്ച ആ ഉത്സാഹത്തിലാണ് ഞാൻ ബാങ്കിൽ വന്ന് തനിക്ക് ജാമ്യം നിന്നത്. എന്ത് പറ്റിയെന്നാ? ഇവിടെ തന്റെ ലോൺ NPI എന്ന് പറഞ്ഞ് മാനേജർ വിളിക്കണ ബാങ്കിൽ നിന്ന്. ഇത് താൻ അടക്കാത്ത എന്താണ്? 7 മാസം താൻ ലോൺ എടുത്തിട്ട് ആകെ 2 അടവടച്ചിട്ടുള്ളൂ, 5 എണ്ണം പെൻഡിങ് ഉണ്ടെന്ന്. ഇവിടെ ഒന്ന് എടുക്കാൻ കാണിച്ച ഉത്സാഹം തനിക്ക് തിരിച്ചടക്കാൻ നിർത്തിയില്ലാത്ത എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ലോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മേടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മേശരി ഉണ്ടായിരുന്നു, മൈക്കാട് ഉണ്ടായിരുന്നു, പെയിന്റർ ഉണ്ടായിരുന്നു, പ്ലംബർ ഉണ്ടായിരുന്നു, ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു, അത് നോക്കുന്ന എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഇതടക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളറിയാവോ? അല്ല, താനല്ലേ ലോൺ അടക്കേണ്ടത്. എന്നാ അവരോട് കൂടെ പറഞ്ഞേക്ക് കൃത്യമായിട്ട് അടക്കണമെന്ന്. ആരോട്? എന്നോട് പൈസ മേടിച്ചിട്ട് പോയ പണിക്കാരില്ലേ, അവരോടൊന്ന് പറഞ്ഞേക്ക്. ഒരു സുഹൃത്തിന്റെ ഇത് മനസ്സിലാക്കണം കേട്ടാ. പ്രസാദേ, എന്നതാണ് അല്ല കുപ്പിയും കൊണ്ട് കിടക്കണത്? അതെ, പ്രകൃതി സ്നേഹം. ആക്രി കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ? അല്ലല്ല, പാട്ടവർക്കിൽ തുടങ്ങി. നമ്മള് പ്രകൃതിയെ സ്നേഹിക്കണം ചേട്ടാ. പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു പ്രകൃതി സ്നേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിനക്ക് എന്നോട് പറയല്ലേ? അതെന്നാന്നറിയാമോ, ഇപ്പൊ ഈ കുടിയന്മാരൊക്കെ സ്മോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഈ കുപ്പിയൊക്കെ അലസമായിട്ട് ഇങ്ങനെ വലിച്ചെറിയൂലേ, ആ കുപ്പി ചെന്ന് ഒഴുകി കാണാച്ചെന്ന് വീഴും മഴയത്ത്. അത് പിന്നെ ഒഴുകി കായലിൽ ചെല്ലും, പിന്നെ അവിടുന്ന് കടലിൽ ചെല്ലും. ഈ സായിപ്പന്മാരും പ്രധാനമൊക്കെ വിദേശികൾ വന്നാലേ ഈ നാട്ടിലേ. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുമ്പോ വല്ല വിലയുണ്ടോ നമുക്ക്? അല്ല, അപ്പൊ അതുകൊണ്ട് ഞാനൊരു പ്രകൃതി സ്നേഹം നിലയ്ക്ക് നമ്മൾ ഓരോ പൗരനും വിചാരിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ സംഘടന ഉണ്ടാ? ഇല്ല, നീ മാത്രമല്ല. ഞാനിപ്പോ അങ്ങനെ ചെയ്യണ്ട്. ഞാൻ കുപ്പിയൊക്കെ പെറുക്കി ഇങ്ങനെ ശേഖരിച്ചു. നിന്നെ ആരോ ഉപദേശിച്ചിട്ടുണ്ട്. നമുക്ക് സ്വയം തോന്നണം ചേട്ടാ, ഓരോ വ്യക്തിക്കും നല്ലതാടാ കാര്യം. ഒരുപാട് പേര് ഈ കുപ്പി എടുത്തിട്ട് കുടിച്ചു കഴിഞ്ഞ ശേഷം കുപ്പി വലിച്ചെറിയും. പിന്നെ വീട്ടിൽ മരുമോനുണ്ടല്ലോ, മോളുടെ ഭർത്താവ്, അവൻ വന്ന ഉടനെ പരിസരത്തുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് ചാക്കിനകത്തിട്ട് വെക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മോനെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ്, അച്ഛാ ഇത് ഇങ്ങനെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മോശമായി പോവും, അപ്പൊ അതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും പാവപ്പെട്ട ഒരു വരുമ്പോ കൊടുത്ത് കയറ്റി വിടാല്ല അച്ഛാ. തെണ്ടി ആര്? അല്ല, അവൻ തെണ്ടിയാണെങ്കിലും ഇതൊക്കെ പെറുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഏരിയയിലേക്ക് ഇനി വരണ്ട. ഇല്ല, അവിടെ അവനെല്ലാം പെറുക്കി വെച്ചേക്കണേ. ആണല്ലേ? നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിലേ നമുക്കൊരു മനസമാധാനം കിട്ടും. നല്ല കാര്യമല്ലേ? കുപ്പി വെറുക്കണം നമ്മൾ. ഒരൊറ്റ കുപ്പിയും വിടരുത്. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പെറുക്കി പ്രസാദ് ഒന്ന് പേര് വെക്കാതിരുന്നേ. നമ്മുടെ പ്രകൃതി സ്നേഹം ഇതെടുത്തുണ്ട് കൂടാ പ്ലാസ്റ്റിക്. ഇത് മിനറൽ വാട്ടറിന്റെ അല്ലേ? അത് വേണ്ട, അത് പ്രകൃതിക്ക് കുഴപ്പമുള്ളതല്ല, മറ്റതാണ് പ്രശ്നം. ഇവരെന്ത് പ്രകൃതി സ്നേഹിയാണത്? ചേട്ടാ, നീ ഇതെവിടെ പോയിട്ട് വരണു? ദേ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ കടയില് 3 കിലോ വെളിച്ചെണ്ണ മേടിക്കാൻ 3 കിലോ വെളിച്ചെണ്ണ മേടിക്കാൻ പോയതാണ്. 3 കിലോ വെളിച്ചെണ്ണയാ? എന്നതാടി കേക്കണം ഞാൻ. ചേട്ടാ, ഓണമല്ലേ വന്നത്, അപ്പൊ വെളിച്ചെണ്ണക്ക് ഇതിന്റെ ഇരട്ടി വിലയാകൂലേ? അന്നേരം ഇത് ബ്ലാക്കിൽ മറച്ചു വെക്കല്ല. എന്നാലും ഒരു 3 കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ട് ഒറ്റക്കൊരു പെണ്ണ് വഴിയിൽ കൂടി നടന്നു വരിക എന്ന് പറഞ്ഞത് നിന്റെ എന്തോ ഭാഗ്യമാണ് കേട്ടാ. അതിന് ഒറ്റയ്ക്ക് വന്നെന്ന് ആര് പറഞ്ഞു? കൃഷ്ണൻകുട്ടി ചേട്ടൻ വെളിച്ചെണ്ണ ആളെന്ന് വന്നിട്ട് തെക്കേടത്തെ വിപിനെയും കൂട്ടിയാണ് എന്നെ വിട്ടത് ബൈക്കിന്. വിപിന്റെ ബൈക്കിന്റെ പുറകിലിരുന്നാണോ നീ വന്നത്? ബെസ്റ്റ്. അതെങ്ങാനും നിന്റെ കെട്ടിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും സംശയ രോഗം തലവെക്കും. എനിക്ക് ആ കാര്യത്തിലുള്ളൊരു പേടി. അവനാണെങ്കിൽ ഇപ്പൊ നന്നായേക്കണേണ്. കുടിച്ചു കിടക്കണ അവനെയാണ് ഞാൻ കണ്ടേക്കണത്. ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കുപ്പിയും പെറുക്കി ഒരു ചാക്കിനകത്താക്കി കൊണ്ടുപോയിട്ടുണ്ട്. പ്രകൃതിയെ ഇത്രയധികം സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്ന് മാറിപ്പോയി അവന്റെ സ്വഭാവം. വീട്ടിൽ മരുമോൻ വന്ന ഉടനെ എന്നോട് ചോദിച്ചത്, അച്ഛൻ ഞാൻ ആ അയൽ വീട്ടിലെ പരിസരത്തുള്ള കുപ്പിയൊക്കെ പെറുക്കിക്കോട്ടെ,
ഞാൻ പറഞ്ഞു പെറുക്കിക്കോ മോനെ എന്ന് പറഞ്ഞു. മരുമോൻ കുപ്പി ഓർക്കാൻ തുടങ്ങിയ ആ പരിസരത്തുള്ള മുഴുവൻ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പി മദ്യ കുപ്പി എല്ലാം കളക്ട് ചെയ്ത് ചാക്കിനകത്തിട്ട് വെച്ചേക്കണേ. അവനും പ്രകൃതി സ്നേഹം തുടങ്ങി. ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കണത്? ഈ വരുന്ന പുതുവർഷം, അതായത് ജനുവരി 1-ാം തീയതി മുതൽ ഉപയോഗിച്ച മദ്യക്കുപ്പിയുടെ പ്ലാസ്റ്റിക്കിന്റെ ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് കിട്ടണുണ്ട്. അങ്ങനെ 5 മദ്യക്കുപ്പി കൊണ്ട ബീവറേജിന്റെ ഔട്ട്ലെറ്റിൽ കൊണ്ട് കൊടുത്ത 100 രൂപ കയ്യിൽ കിട്ടുമോ? അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളുടെ മരുമോനും എന്റെ കെട്ടിയോനും ചെയ്യണത്. അല്ലാതെ ചേട്ടൻ വിചാരിക്കണ പോലെ പ്രകൃതി സ്നേഹവും വാങ്ങാത്തൊലിയൊന്നും അല്ല. എന്റെ പരിമോൻ നന്നാകും എന്ന് വിചാരിച്ചു. ഇവന് എന്ന് നന്നാകാനാണ് ദൈവം. ഇഷ്ടമാണല്ല. എന്താ പൗഡറും വെളിച്ചെണ്ണയും കോമ്പിനേഷൻ ആണല്ലോ. 3 കിലോ വെളിച്ചെണ്ണ മേടിച്ചതിനെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഫ്രീ തന്നത് ഒരു പൗഡർ. കാലത്തിന്റെ ഒരു പോക്കേ. ചെല്ലട്ടെ. ശരി. അടിപൊളി മീൻ പിടിക്കാൻ പറ്റിയ വലയാണ്. അത് കൊണ്ടുവന്നിട്ട് മാവുമ്പോ കെട്ടി വെച്ചേക്കണം. ഈ കിളവനെ കൊണ്ട് തോറ്റി. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ. ഹലോ, അതീ തൊട്ട് കളിക്കണ്ടട്ടാ. എന്താണ്? അച്ഛന്റെ പ്രിയപ്പെട്ട തൊട്ടിലാണത്. ഇതാ അതീ തൊട്ട് കളിച്ച അച്ഛനാട്ടും. പിന്നെ അച്ഛനാട്ടാൻ വേണ്ടി ഞാൻ അത്ത് കിടന്നു കൊടുത്തിട്ട് വേണ്ടേ? ആട്ടല്ല, ഇതീ തൊട്ട് കളിച്ച അച്ഛനാട്ടും. ഓ അങ്ങനെ. അതെ, ഞാൻ പുറത്തു പോവാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എന്റെ പൊന്നോ, ആ 2 മണിക്കൂർ കിട്ടണ എന്നെ മഹാഭാഗ്യം. ഭക്ഷണം എടുത്തു വെക്കട്ടെ? ഞാൻ ഇപ്പഴല്ലേ പുട്ടും പഴവും കഴിച്ചത്. എന്നൊരു കാര്യം ചെയ്, ആ ഗുളിക എടുത്ത് കഴിക്കി. എന്തിക്കെതിരെ ഗുളിക? ഗ്യാസിന്റെ ഗുളിക കഴിക്കി. എനിക്ക് ഗ്യാസ് ഒന്നുമില്ല. എന്നാ പ്രഷറിന്റെ കഴിക്കി. നീ എന്തായി പറഞ്ഞ? പ്രഷറൊക്കെ നോർമൽ അല്ലേ? അപ്പൊ ഷുഗറാ? ഷുഗർ ഒന്നും ഇല്ലെന്ന് എനിക്ക്. ഒരു കുഴപ്പമില്ല. എന്റെ ബോഡി പക്കാ ഫിറ്റ് അല്ലേ? ഒരു കുഴപ്പമില്ല. ഒരു ക്ഷീണവും ഇല്ല? ഒരു ക്ഷീണവും ഇല്ല. തളർച്ചയില്ല? തളർച്ചയില്ല. ഒരു കുഴപ്പമില്ലല്ലോ? ഇല്ലെന്ന്. നീ മാറ്റൂലല്ലോ? എന്താണ് നീ ഇങ്ങനെ പറഞ്ഞത്? ഓക്കെ അല്ലേ? ആ ഞാനേ ആ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്, അതൊന്ന് അലക്കി വെച്ചേക്കേക്ക്. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രം ഇരിപ്പുണ്ട്, അതൊന്ന് കഴുകി വെച്ചേക്ക്. വിറക് ഇന്ന് കീറണ്ട, എന്നാ മഴയാണ്, ഉണങ്ങി കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അത് അത്രയും ചെയ്താൽ മതി കേട്ടാ. ഞാൻ പോയിട്ട് വരാവേ. നിന്റെ വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തിട്ട് നല്ല കീറാണല്ലോ നീ എനിക്കിട്ട് തരുന്നത്. ഇത് പറഞ്ഞപ്പോഴേ കീറിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്ത്, നിങ്ങളുടെ മറ്റേ കൂട്ടുകാരനില്ലേ, ആരാണ് നമ്മുടെ ബാബു? ബാബു. അവന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. അത് കെട്ടാൻ പോണ പെണ്ണാരാന്ന് അറിയാലോ, നമ്മുടെ ശാന്ത ചേച്ചിയുടെ മോളെയാണ്. അവനൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. പേരുദോഷം കേൾപ്പിച്ച പെങ്കൊച്ചാന്നേ. ഒരു ചെക്കന്റെ ഭാവി കളയണോ? എന്തിനാണ് വെറുതെ? അവനൊന്ന് അതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെ. നിങ്ങളുടെ ഉപദേശം കൊണ്ട് അവൻ രക്ഷപ്പെടുവാണെങ്കിൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു പോവല്ലോ. അവൻ പോയി പെടട്ടടി. അതെന്താണ് അങ്ങനത്തെ ഒരു വർത്താനം? ഞാനും പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നെ ഉപദേശിക്കാൻ മതില്ലല്ലോ. അവൻ പെടട്ടെ, അവൻ പെടണം. അപ്പൊ എനിക്കിട്ട് കീറാണല്ലേ? ഇല്ല. പിന്നെ വേറൊരു കാര്യം, നമ്മള് വന്നത് അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അത് പിന്നെ സന്തോഷം ആവൂല അച്ഛന്. മരുമോനല്ലേ വന്നേക്കണം. അച്ഛന് സന്തോഷമുള്ള വേറെ ദിവസങ്ങൾ ഏതൊക്കെയാണ്? അത് പിന്നെ ഞാൻ ജനിച്ച ദിവസം ഒന്ന്, പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം. അത് പിന്നെ ഏത് അച്ഛന്മാർക്കും സന്തോഷമുള്ള ദിവസമല്ല. അതെ. നീ ജനിച്ച ദിവസം എന്ന് പറയുമ്പോ October 2. കല്യാണം കഴിഞ്ഞത് January 30. October 2 എന്ന് പറയുമ്പോ ഗാന്ധി ജയന്തി. അതെ. January 30 എന്ന് പറയുമ്പോ ഗാന്ധി സമാധി. അമ്പോ, അപ്പൊ നിന്റെ അച്ഛൻ ഗാന്ധി ഭക്തയാണല്ലേ? ഗാന്ധി ഭക്തനായിട്ടൊന്നും അല്ല. അന്ന് ബാറും ബിവറേജസ് ഒന്നും ഇല്ലല്ലോ. അതാവുമ്പോ മരുമോൻ കുടുംബത്തന്നെ കാണുമല്ലോ, വന്നാലും പുറത്തേക്കൊന്നും പോവില്ലല്ലോ. അതുകൊണ്ടാണ്. അതെ, അച്ഛൻ ഉണ്ടല്ലോ. എന്താ മോനെ? മുണ്ട് നേരത്തെ അഴിച്ചിട്ട് പോയി, ബഹുമാനിക്കണായിരുന്നു. സാരമില്ല, ഇനി അഴിച്ചിട്ട് കഴിഞ്ഞ അച്ഛന്റെ ഓമയും മോന്നാണെങ്കിൽ ശരിയാ. വേറെന്താ, ബോറടിച്ചാ? ഇല്ല, ഞങ്ങളിങ്ങനെ അച്ഛൻ പണ്ട് ഇവിടെ ആട്ടിയിരുന്ന തൊട്ടില്ല. ഇവിടെ ആട്ടി പറഞ്ഞായിരുന്നു എന്നോട്. ഓണത്തിന് അച്ഛനിട്ട് ആട്ടാ. ഇത് നിറച്ച് കൂട്ടയാണ്. പിന്നെ പച്ചക്കറിക്ക് വില കൂടുതലാണെന്ന് കരുതി സദ്യ വെക്കാതിരിക്കരുത്. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണായിരുന്നു. പൂക്കള് അച്ഛൻ അവിടെ എത്തിച്ചോളാം. പൂക്കളാ? നിങ്ങളുടെ ഡ്രസ്സിന്റെ കാര്യം അച്ഛൻ ടൗണിൽ ഒരു കടയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് പൈസ ഞാൻ അവളുടെ പേരിൽ ഗൂഗിളിൽ ഇട്ടിട്ടുണ്ട്. അല്ല, പൈസ ആയിട്ട് തന്നാ മതിയായിരുന്നു. അത് സാരമില്ല, ഇട്ടുപോയില്ലേ, ഇനിയിപ്പോ അവള് തന്നോളൂ. പപ്പടം പായസം വെച്ച് തന്നെ ആഘോഷിക്കണം. പച്ചക്കറിക്ക് വില വേണം അച്ഛാ. അല്ലേ? 3 അവിട്ടം, തിരുവോണം, ചതയം, ഉത്രാടം വരെ 4 ദിവസവും പായസം. എന്റെ മക്കള് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, വെളിച്ചെണ്ണക്ക് വില കൂടി, തേങ്ങക്ക് വില കൂടി എന്ന് കരുതി ഇനി ഓണം ആഘോഷിക്കാതിരിക്കരുത്. എല്ലാ സംഭവങ്ങളും അച്ഛൻ തീർത്തിട്ടുണ്ട്. പിന്നെ ഓണത്തിന് ഒരു 5 ദിവസം മുമ്പ് മോൻ ഒരു ടാക്സിയും വിളിച്ചുകൊണ്ട് വരണം. പറമ്പിന്ന് അച്ഛൻ കുറച്ച് 25 തേങ്ങയോളം പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കണം. അവിടെ കൊണ്ടുവന്നിട്ട് പുറത്തൊന്നും ഇടരുത്, എടുത്ത് അകത്തേക്ക് വെച്ചേക്കണം. അയ്യോ അച്ഛാ, അത് ഞാൻ ഇപ്പൊ തന്നെ തലക്ക് കൊണ്ടുപോയിക്കോളാം. പൊന്നു മോനെ, 25 തേങ്ങ എന്ന് പറയുന്നത് വലിയ ഭാരമാണ്, അത് നീ താങ്ങൂല. അച്ഛാ, 15 വർഷം മുമ്പ് ഈ ഭാരം എടുത്ത് എന്റെ തല വെച്ച് തന്നിട്ട് ഞാൻ ഇപ്പോഴും ചുമക്കണില്ലേ? അത് വെച്ച് നോക്കുമ്പോ 25 തേങ്ങ വെറും സിമ്പിൾ.